രാവിലെ എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്ക് വെള്ളം ഒഴിക്കുന്നതാണ്. ഞാനിവിടെ പുതിയ പമ്പെല്ലാം വാങ്ങിച്ചിരുന്നില്ല. പുതിയ പമ്പ് വാങ്ങി ഇതിൽ നിന്നുള്ള ഇവിടെ താഴ്ന്ന വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമല്ല നമ്മുടെ ഇവിടുത്തെ ഫാമിൽ. രാവിലെ വന്ന് അവർക്കൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റും. അടുത്ത് നമ്മൾ അബിയു പ്ലാന്റൊക്കെ ഉണ്ട്, നല്ല ഹെൽത്തി പ്ലാന്റൊക്കെ ഉണ്ട്. അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ കായ്ക്കും. ഇപ്പം കായ പിടിക്കാറായില്ല. ഇതെൻ്റെ ആപ്പിൾ പ്ലാന്റാണ്. ഇടയ്ക്ക് എന്തോ പ്രാണി വന്ന് കടിച്ച് കംപ്ലീറ്റ് അതിൻ്റെ ഉപ്പാട് വരുത്തി. അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത്. ഓരോ ദിവസം നമ്മൾ രാവിലെ വന്നിരിക്കുമ്പോൾ പല കാഴ്ചകളാണ് നമ്മുടെ ഫാമിലുള്ളത്. ഇതെല്ലാം അടുത്തടുത്തിരിക്കണം നോക്കണ്ട. പൂവും കായൊക്കെ വീഴുമ്പോൾ എല്ലാം മാറ്റി കൊടുക്കും. ഉണ്ടല്ലേ, നല്ല രസമുള്ള കാഴ്ചയാണ്. നമ്മൾ രാവിലെ വന്ന് അവർക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അവർ നമുക്ക് തരുന്ന ഓരോ പോസിറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ തന്നെയാണ്. നമ്മൾ ഒരു സ്ഥലമുണ്ടെങ്കിൽ സ്ഥലം ഒന്ന് വേസ്റ്റാക്കി കളയരുത്. ഇത് വിൽപ്പന തന്ത്രമൊന്നുമല്ല, ഞാൻ ഇവിടെ നിന്നൊന്നും വിൽക്കണമില്ല. ഇത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഓക്സിജൻ പ്ലാന്റ് നമുക്ക് ലഭിക്കാൻ വേണ്ടി ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. കുറേ ഫ്രൂട്ട്സ് പ്ലാന്റുകളെല്ലാം വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് വല്ലപ്പോഴും അതിനകത്ത് നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കുകയും ചെയ്യാം. നമുക്ക് ഈ ക്യാനിലൊക്കെ നട്ട പൊടിക്കുന്ന അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. മാവെല്ലാം ഇപ്പം നമുക്ക് ബോൺസായി പോലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം അകത്തിച്ചീരയാണ്. അകത്തിച്ചീര ചുവപ്പ്, അത് പൂ വീഴാറ്, മൊട്ട് വന്നു തുടങ്ങി പൂ വീഴാറ്. നമുക്കിതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. വലിയ പണച്ചിലവെന്നുള്ളതല്ല. ഒരു 10-200 രൂപയ്ക്ക് ഒരു തൈയിനൊക്കെ വില വരുള്ളൂ. അത് വാങ്ങിച്ചാൽ അത് പരിപാലിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഓറഞ്ചൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കാറില്ല. അതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുന്നുണ്ട്. ഓറഞ്ച് കാത്തിക്കുന്നുണ്ട്. അതൊക്കെ ഓറഞ്ച് നല്ല ടേസ്റ്റി ഓറഞ്ചാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഓറഞ്ച് കാക്കി നിൽക്കട്ടെ. ഇത് പഴുത്ത് തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് അത്യാവശ്യമൊക്കെ നമുക്ക് വേണ്ടി ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ്. ഇത് നിറയെ ഫ്രൂട്ട്സ് ഉള്ളതാണ്. മരമുന്തിരി നിറയെ ഫ്രൂട്ട്സാണ് ഇത്. അതിനകത്തോട്ട് അങ്ങോട്ട് നീങ്ങി കാണാം. മരമുന്തിരി അതിൻ്റെ ഇടയ്ക്കുണ്ട്. കായ വീണതും പൂ വന്നതും കായ വീണതും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് അത്യാവശ്യമൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കരുത്. വീഡിയോ ചെയ്തും കൂടെ എടുത്ത് നമ്മുടെ കൈ ഭയങ്കര വേണം. അപ്പോൾ അടുത്തുള്ള വഴിയാണ്.